എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴി ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 19 വരെ നൽകാവുന്നതാണ്. polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇതാണ് പോളി അഡ്മിഷൻ്റെ ആ ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19 വരെ വൺ ടൈം രജിസ്ട്രേഷനുള്ള ആ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂൺ 20 വരെയാണ്. ജൂൺ 19 വരെയാണ് വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റും അതുപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ജൂൺ 19 അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു 25 അതായത് ജൂൺ 25 അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള അവസരം ഈ ഒരു 25 മുതൽ ഈ ഒരു ജൂൺ 28 വരെയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 1 അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടതും അതുപോലെ റിപ്പോർട്ട് ചെയ്യാനും കോളേജിൽ പോയിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമും അതുപോലെ തന്നെ കോളേജ് ജോയിൻ ചെയ്യേണ്ടതും അതായത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നതും ഈ ഒരു അതായത് 4 അത് ജൂലൈ 4 ജൂലൈ 4 അല്ല, ഈ ഒരു ജൂലൈ 1 ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ജൂലൈ 4 വരെ അതായത് ജൂലൈ 1 മുതൽ ജൂലൈ 4 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 10 അപ്പോൾ അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടിയതെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാനും, ഇഷ്ടമില്ലെങ്കിൽ അവിടെ കോളേജിൽ ആ ഒരു സീറ്റ് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിങ്ങും അതുപോലെ ജോയിനിങ് ഡേറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള ആ ഒരു ജോയിനിങ് ഡേറ്റും ഈ ഒരു 17 അതായത് ജൂലൈ 17 അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് ആരംഭിക്കുന്നത് അതുപോലെ ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങുന്നത് ഈ ഒരു ജൂലൈ 18 അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിംഗ് അതായത് ജില്ലാ നോഡൽ പോളിടെക്നിക്കൽ കോളേജിൽ നേരിട്ട് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് അത് സ്പോട്ട് അലോട്ട്മെൻറ്റ് പോലെ നടത്തുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂലൈ 22 മുതൽ ജൂലൈ 26 വരെയും സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അത് ഓരോ നിങ്ങളുടെ നാട്ടിലുള്ള പോളിടെക്നിക് വഴി സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു 31 മുതൽ 6 അത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6 വരെ. തേർഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 16 വരെയും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു 15 സെപ്റ്റംബറിനാണ്, അതായത് സെപ്റ്റംബർ 15 ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ജൂലൈ 1 അതിനുശേഷം അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ കോളേജ് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു അവസരം ഈ ഒരു ജൂലൈ 4 വരെയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് 25 അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 25 മുതൽ അതായത് 25 മുതൽ 28 വരെയുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു ജൂൺ 19 അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.